ഞാൻ ഒന്ന് കാണിച്ചത്. ഇവനൊരു പെണ്ണാണെന്ന് വിചാരിച്ചാൽ മതി. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് സൈബനെ നമ്മൾ ഒരു പ്രാവശ്യം സാരി ഉടുപ്പിച്ചിട്ടുണ്ടല്ലേ. അപ്പൊ ഇന്ന് ചെയ്യാൻ പോകുന്നത് സൈബ പറയും. ഇന്നെന്താ ചെയ്യാൻ പോണേ? ആ പറഞ്ഞുകൊടുക്ക എന്താ ചെയ്യാൻ പോണത്? റോഷുവിനെ സാരി ഉടുപ്പിക്കും ഞാന്. അതെങ്ങനെയാണ് എങ്ങനെയാണ്? ഓക്കെ, അപ്പൊ അതാണ്, അതായത് സൈബ എനിക്ക് സാരി ഉടുത്ത് തരാൻ വേണ്ടി പോവാണ് അല്ലേ. സൈബ എനിക്കറിയോ? അറിയാം. ഓക്കെ, അപ്പൊ തുടങ്ങല്ലേ ഇന്നത്തെ വീഡിയോ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് എനിക്ക് സാരി ഉടുപ്പിച്ച് തരുന്നതാണ് സൈബ. അപ്പൊ ആ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എന്തായാലും സൈബന്റെ കയ്യിലേക്ക് നമുക്ക് സാരി കൊടുക്കാം. പിന്നെ എനിക്ക് ബ്ലൗസ് പോലെ ചെറുതായിട്ടൊന്ന് മടക്കി വെക്കാം ടീഷർട്ട്. എന്നാ സൈബ സാരി എന്താവോ എന്തോ. ഇത് അവസാനം ഇടാനുള്ള ഷോള്. ഈ സൈഡിലാണോ ഈ സൈഡിലാണോ റാഷിയ? ഈ സൈഡിലാണോ ഈ സൈഡിലാണോ? ഈ സൈഡിൽ നിന്ന് അവിടെ കുത്തിയിട്ട് ഇങ്ങോട്ട്. സൈബക്കറിയാം. ഇങ്ങനല്ലല്ലോ, അങ്ങനല്ലല്ലോ, അങ്ങനല്ല, അങ്ങനല്ല. ഈ ഞൊറിയൊക്കെ ആക്കണ്ടേ? ആദ്യം ഷോൾ എടുത്ത് ഇവിടേക്ക് ഇടണ്ടേ? മറ്റേ ഈ അറ്റം ഇതിപ്പോ ചുറ്റിട്ട് കഴിഞ്ഞെന്ന് പറയാണ്. താഴത്തെ തോള് മര്യാദക്ക് എടുത്താണല്ലോ. ഇത് കേട്ടോ. അജയ്മ കേറി നെട്ടെടുത്താള്. കേറിക്കോ, കേറിക്കോ. എത്തണ്ടോ? ഏത്? അതെന്താണ് അതിന് പറയാ? ആ ഇത് ഒരുപാട് ബാക്കിയുണ്ടല്ലോ. ആ അതന്നെ ആണെന്ന് തോന്നുന്നു. ഇനി ബാക്കി സൈബ എന്തോ സാധനം ആക്കുന്നുണ്ട്. ഇതിനെന്താ പറയാ സൈബ? മടക്കുത്ത്. മടക്കുത്ത്. ഇമ്മ എന്തോ പറഞ്ഞില്ല, അതിനെന്തോ പറയുന്നു? എങ്ങനെ? നൂറി ഉടുക്കലോ? അതിന് നുറി എടുക്കാന്നാ പറയാ. ഇതൊക്കെ എവിടുന്നാ ഈ പഠിച്ചത്? ഉമ്മച്ചി പഠിപ്പിച്ചെന്നാ? ഈ കുഞ്ഞി കൈമേൽ എത്ര മടക്ക് മടക്കേണ്ടി വരും? വെയ്യ. ഈ കിഞ്ഞി കൈയായത് കൊണ്ട് കുറച്ചൊന്ന് നമുക്കൊന്ന് ജസ്റ്റ് 2 മടക്ക് മടക്കി കൊടുക്കാം. അല്ലെങ്കിൽ ഇന്നൊന്നും ആവൂല. വീണ്ടും ആയത് തന്നെ വീണ്ടും റിട്ടേൺ വരിക ചെയ്യുന്നത്. ഇവര് വിചാരിച്ചത് ഞാൻ മടുക്കൂലാണ്. ഞാൻ വിചാരിച്ചു ഇവൻ മടുക്കൂലാണ്. ഞാൻ മടുക്കാണ്. എന്തൊക്കെ കാട്ടിട്ട് ഇപ്പൊ ഏത് ഭാഗമാണ് ഇതാക്കുന്നത്? ഈ ഭാഗമല്ല, ഇത് അടിയിലേക്കുള്ള ഭാഗല്ലേ? ഇപ്പുറത്തെ ഭാഗം, ഈ ഭാഗം, ഈ ഭാഗം. അവിടെ ഒറ്റ എല്ലാം കൺഫ്യൂഷൻ ആയല്ലോ. അങ്ങനല്ല, ഒറ്റ മിനിറ്റ് ആയിട്ടില്ല. കൺഫ്യൂഷനോ? ഈയല്ല എടുക്കണേ. ഓ അങ്ങനെ എടുക്കുക. എങ്ങനെ? തോൾ ഭാഗോ? ഈ ഭാഗമാണ് ഈ ചെയ്ത ഭാഗം. 2 മടക്ക് ഉച്ച മടക്കി തരാം. ഓളെ കുഞ്ഞിക്കൈന് പറ്റിയ മടക്കം. അതെ, കുഞ്ഞിക്കൈന് പറ്റിയ മടക്ക്.
ഭാഗ്യത്താരേതാണ്. പക്ഷേ ഒരു ഇത് ചെറിയ കുട്ടിയാണ്. ആര്? ഇവൻ. ഞാൻ ചെറിയ കുട്ടിയാ. വലിയ പെണ്ണല്ലേ? വലിയ പെണ്ണല്ലേ ഞാൻ? പെണ്ണാണെങ്കിൽ പെണ്ണ്. പുറത്തുള്ള ആൾക്കാരൊക്കെ നോക്കുന്നുണ്ടല്ലോ. കഴിഞ്ഞ അപ്പത്തിന് പൊളിച്ച് അപ്പൊ അത്രേ ഉള്ളൂ. ആ സെറ്റായില്ലേ? ഞാൻ അടി റെഡി ആക്കിയാൽ മതി. എങ്ങനെയാണ് ഇത്? മറ്റേ തമിഴൻ പാട്ടിമാരമായിരുന്നു. ഇപ്പൊ മാറ്റർക്ക് ഇപ്പൊ ബാക്കിൽ ഇത് പിടിച്ച് തൂങ്ങി. അതെന്താണ് അതൊക്കെ വലിച്ചോണ്ടിരുന്ന്? ഇതെന്ത് സൈബ? സൈബ എന്താ കാട്ടിന്? അന്ന് കാണിച്ചെടുക്ക് സൈബ ഇറ്റൊന്ന്. കൊറേ സ്ഥലത്ത് കുത്തി തീരുണ്ടല്ലോ. ഇത് എന്നെക്കാട്ടും അടിപൊളിയാണ് ഈ സാരി ഉടുപ്പ്. ഇതെല്ലാരും കണ്ടു പഠിക്കേണ്ടത് തന്നെയാണ്. അല്ല ഇത് നോക്കിയാ, ഇതൊരു വെറൈറ്റി സാധനമാണല്ലോ. അതെ, ഇതൊക്കെ ഇതിന്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് ഇങ്ങോട്ട് ഇവിടെ കുത്തിയിട്ടുണ്ട്. ഉള്ളത് ഈ സാധനത്തിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോകണ്ട വെറൈറ്റി സാധനം കേട്ടോ. ഏത് പിന്നെ? പിന്നെന്തിനാ? അടങ്ങി ഒതുങ്ങി നിക്കാനാ. പുതിയ മോഡലാ? എനിക്കറിയില്ല. അതേ കുത്ത്. അല്ലാ ഉടക്ക പിടിച്ച് കുത്തുണ്ടല്ലോ. ഇന്ന് വെള്ളത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. താജ്മഹാല് പണിയും. എടാ കുത്തുന്ന സ്ഥലം നോക്കട്ടാ. അവിടെ എന്തിനാ കുത്തണേ? ഇപ്പൊ അതിനാ അവിടെ കുത്തണെന്തിനാ? ആ ഈ സംഭവമൊക്കെ ഇങ്ങനെയൊക്കെ ആയി വന്നിക്കണ്. എന്തിനാ അങ്ങനെ ആയത് അറിയില്ല. നീ പറഞ്ഞ മാതിരി വല്ല തമിഴ്നാട് സ്റ്റൈലാണ്? ആണ് തമിഴ്നാട് പാട്ടി. ഹലോ, കല്യാണ പെണ്ണിന്റെ വൈദ്യ. ഇവർക്കൊരു കല്യാണം കഴിക്കണം എന്നുള്ള എങ്ങനെ? കല്യാണം കഴിക്കണം എന്നുള്ള ഒരു തൽക്കാലം തട്ടം മാത്രം ഇട്ട് കൊടുത്താള്. എന്താ ചെയ്യണ്ടേന്നാണാ? എന്താ ചെയ്യണ? തട്ടണ്ടാ? തട്ടണ്ട അറിയില്ല എനിക്ക്. ആ ഇത് തലേ കെട്ട കാറ്റടിക്കുന്നോണ്ട് പാറിപ്പോണാണ്. അയ്യോ പിന്നെത്തി കൊടുക്ക അടിയില്. താടിക്ക് കുത്തരുന്നിട്ടാ. ചിരിക്കണ്ട, ചിരിക്കാതെ കുത്തിക്കാ. കല്ല് ചിരിച്ചാച്ചി കൈമ കുത്തു. പെണ്ണുങ്ങളെ സമ്മതിക്കാൻ കേട്ടോ. ഇത് കൊടുത്തപ്പോത്തിന് തന്നെ എന്ത് ചൂടാണ്. ഈ സുന്ദരിക്കുട്ടിക്ക് പറ്റിയൊരു ചെക്കനെന്തെങ്കിലും പറയണേ. ഇത് ചെക്കനാണ്, സുന്ദരി കുട്ടി ആക്കിയതാണ്. അതിനോക്കി പറഞ്ഞെടുക്ക്. ക്യാമറ നോക്കി പറഞ്ഞെടുക്ക്. ക്യാമറ നോക്കി പറഞ്ഞെടുക്ക്. ഇത് സുന്ദരി കുട്ടിക്ക് ഒരു ആങ്ങളെ വേണം കേട്ടോ. ആങ്ങളെ? പെണ്ണ് നോക്കണ്ടേ? എടാ ഇതൊന്നും ഇങ്ങനെ ആക്കിയോ? ഇങ്ങനെ ഇങ്ങനെ കുത്തിയോള്. എന്താണ് കാട്ടുന്നത്? പിന്നെ എന്റെ തലമ കുത്താതെ കുത്തി തരാം.
പിന്നെ കുത്തട ഒന്ന് നീ കുത്ത്. തല കുത്തിന്റെ ശ്രമിച്ചാള് ണ്ട് ഇല്ല അയ്യവാ കഴിഞ്ഞില്ലേ? ഇനി ഇവിടാണ് കുത്തണ്ടേ. അവിടെ കുത്താൻ ചെല്ലത് കറക്റ്റ് അല്ല. കറക്റ്റായി. ഈ സുന്ദരി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യാൻ പറയും. ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യാൻ പറയും സൈബ. സൈബ ഇതെന്ത് ലുക്കാണ് സൈബ? ഇതൊരു സൽമാൻ നടന്റെ ലുക്കാടാ. എങ്ങനെ? സൽമാൻ നടൻ. അതിനിത് നടിയല്ലേ, പെണ്ണല്ലത് ഇത്? ഇവള് പെണ്ണല്ലേ? കഴുത്തെന്തോ അവിടെ അതെ, മൊത്തത്തിൽ കാണിച്ചാലോ. സൈബ പണിപ്പരലാണ്. എങ്ങനെയുണ്ട്? സൗന്ദര്യം ഉണ്ടോ? ലുക്കായെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം, താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അവിടെ തൊട്ടടുത്തുള്ള ആൾക്കാരൊക്കെ നോക്കി ചിരിക്കുന്നുണ്ടല്ലോ. ഇതെങ്ങനെയുണ്ട്? ബാക്കിൽ കൊടുക്കും. അപ്പൊ ഈ പെണ്ണിന് ഇഷ്ടമായെങ്കിൽ ഒരു ചെക്കൻ നോക്കാം. സാരി എല്ലാരും മുടുക്കണൊക്കെ എനിക്ക് ഇഷ്ടാണ്. ഒന്ന് തിരിയട്ടോ, ഞാന് ഒന്ന് തിരിഞ്ഞ് കാണിച്ചു കൊടുക്കട്ടോ. നോക്ക്, ബാക്കൊക്കെ ഒന്ന് കാണിച്ചെടുക്ക. സെറ്റപ്പ് ഹൈടെക് സാരി എന്തോ ആവുന്നുണ്ട്. അങ്ങനല്ലടാ, ഇത് ഇങ്ങോട്ടാവണോ? ഈ സാധനം ഇങ്ങോട്ടാവണോ? ഏത് സാധനം? കല്യാണ പെണ്ണോ? ഏത് സാരിന്റെ ഉള്ളിലാണോ സ്കൂളിടുന്നത്? ഓക്കെ. ഈ സുന്ദരിയെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണേ. പക്ഷെ ഈ സുന്ദരിനെ ഒന്ന് കാണിച്ചാല് ഇപ്പൊ കാണിച്ചെടുക്കാണ്. ജസ്റ്റ് ഒന്ന് ബാഗ് കാണിച്ച എന്തോ പറഞ്ഞു. ബാഗ് കാണിച്ചത് ഇതിങ്ങനെ വെക്കണം. ഇതൊക്കെ എന്താണ്? കൊല്ലോ? ഇപ്പളാ കല്യാണ പെണ്ണ ഏതാ? ആണോ? ഇങ്ങനത്തെ ഒരു ഫോട്ടോ ഉണ്ട് കേട്ടാ എന്റെ മൊബൈലിലാണ്. അല്ലാതെ എന്താ പറയുന്നത്? കേക്കണില്ലല്ലോ ഒന്നും കേക്കണില്ല. ഒച്ച പറഞ്ഞാലേ അവർക്ക് കേൾക്കാൻ പറ്റുള്ളൂ. എന്താ പറയുന്നത് നിങ്ങൾ പറഞ്ഞു തരുന്നതാണ്. പക്ഷെ ഓന് കേക്കണ്ട വിചാരിച്ച ഞാൻ പറയുന്നത്. സൗണ്ട് ചെയ്യാതെ കുറച്ച് ഒച്ച പറയും, എന്നാലേ കേക്കുള്ളൂ മൈക്കില്. നിങ്ങൾ എന്തോ ഇവനൊരു പെണ്ണാണെന്ന് വിചാരിച്ച മതി. ആൺകുട്ടിയാണ്. താടിയൊക്കെ കണ്ട താടി ഒരു ആൺകുട്ടിയാണ്. ഡിസൈൻ ചെയ്ത ആളെ. അപ്പൊ എന്തായാലും എനിക്കുള്ള ചെക്കൻ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലേ എല്ലാരും ഒന്ന് പറയാ, കമന്റ് ഒക്കെ ചെയ്യാ. പിന്നെ എങ്ങനെയുണ്ട് കണ്ടാലും ആരെങ്കിലും പറയുന്നത് ചെക്കനാണ്. അപ്പൊ ഞാൻ സൈബക്ക് സാരി ഉടുപ്പിച്ചതോ സൈബ എനിക്ക് സാരി ഉടുപ്പിച്ചതോ ഏതാണ് കിടിലെന്ന് നിങ്ങൾ താഴെ കമന്റിൽ രേഖപ്പെടുത്തണം കേട്ടോ. സാരി ഉടുപ്പിച്ചല്ലേ നല്ല രസം. അതെ. എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്ത് വേണേലും ചെയ്യട്ടോ. എന്ത് വേണേലും ചെയ്യാം. ഇനി ഒരു വീഡിയോ കഴിഞ്ഞിട്ടില്ല. വീഡിയോ കഴിഞ്ഞിട്ട് കേട്ടോ. കമന്റ് വായിക്കുന്നുണ്ട്. അപ്പൊ കൊറേ ദിവസമായി നമ്മള് കമന്റ് വായിച്ചിട്ട് അയക്കുന്നുണ്ട് കേട്ടോ. നമ്മളൊന്ന് അയച്ചിട്ടുണ്ട്. അല്ല കമന്റ് വായിക്കണല്ലേ ഞാൻ. കമന്റ് വായിക്കണ പെണ്ണാണ്. ഓക്കെ ഇട്ട് കൊന്നേക്കല്ലേ. ഓക്കെ. ദീക്ഷ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുട്ടീന്റെ കമന്റ് ആട്ടോ നമ്മൾ വായിക്കാൻ വേണ്ടി പോകുന്നത്. അവള് പറഞ്ഞിട്ടുള്ള ഇച്ച പറഞ്ഞത്. ഹായ് ചേട്ടാ, മൈ മം ലവ്സ് യുവർ വ്ലോഗ് ആൻഡ് ഈസ് വെരി ബിഗ് ഫാൻ ഓഫ് യുവർ ആൻഡ് ലോട്ട്സ് ഓഫ് ലൈവ് ടു സൈബ. പ്ലീസ് ഗീവ് മി ഷോട്ട് ഔട്ട് ടു മൈ മം അജിത. അപ്പം അജിത് ആൻഡ് ബർത്ത്ഡേക്ക് വിഷ് ചെയ്യാൻ വേണ്ടിട്ടാണ് ദീക്ഷ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ പറ. ഹാപ്പി ബർത്ത്ഡേ ടു യു അജിത് ചേച്ചി അല്ലേ? അജിത് ചേച്ചിക്ക് ഹാപ്പി ബർത്ത്ഡേ ടു യു പറഞ്ഞേ. ഹാപ്പി ബർത്ത്ഡേ ടു യു
ചേച്ചി. അപ്പൊ ജീഷ ചേച്ചിനോടും ഹായ് പറഞ്ഞേക്ക്. അപ്പൊ രണ്ടാമത്തെ കമന്റിലേക്ക് നമുക്ക് പോകട്ടോ. അപ്പൊ എന്തായാലും ഹാപ്പി ബർത്ത്ഡേ, മെനി 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 ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ അജിത് ചേച്ചി. അടുത്ത കമന്റ് ജോണി പി ജോൺ എന്ന് പറഞ്ഞിട്ടുള്ള ചേട്ടായി അയച്ചതാണ്. താങ്ക് യു റോഷൻ, താങ്ക് യു റോഷൻ ചേട്ടാ. പറയട്ടെ ഇവനിപ്പോ പെണ്ണാണ്. ഇത് പെണ്ണല്ല, ഇത് ആൺകുട്ടിയാണ്. ഇത് പെണ്ണാട്ടോ. ഇത് പെണ്ണാണ്. ഓഹോ ഓക്കെ. ഇനി ഇത് പറഞ്ഞത് എന്താണ് എഴുതിയിട്ടില്ല പറഞ്ഞത്, അത് പഠിച്ചത് എന്താ പറഞ്ഞതാ. താങ്ക് യു എന്താണ്, താങ്ക് യു റോഷൻ ചേട്ടാ, സൈബ ആൻഡ് റാഷിദ് ചേട്ടാ ഫോർ എന്റർടൈനിങ് അസ് ഡ്യൂറിങ് ദിസ് ലോക്ക്ഡൌൺ ഡേയ്സ്. ഓക്കെ. അപ്പം ജോണി ബ്രോ പറഞ്ഞിട്ടുള്ളത് ലോക്ക്ഡൌൺ ഡേയ്സിൽ എന്റർടൈൻ ചെയ്യുന്നതിന് നമ്മൾ എല്ലാവരോടും താങ്ക്സ് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ജോണി ചേട്ടനോട് താങ്ക് യു പറയും. അപ്പം ജോണി ചേട്ടൻ ആദ്യം ജോണി ബ്രോ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നമ്മൾ എന്റർടൈൻ ചെയ്യും, ലോക്ക്ഡൌൺ ഡേയ്സിൽ എന്റർടൈൻ ചെയ്യുന്നതിന് താങ്ക്സ് ആണ് നമ്മളോട് എല്ലാവരും പറഞ്ഞത്. അപ്പൊ തിരിച്ചും താങ്ക്സ്, നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതിനും നമ്മൾ കാണുന്നതിനും അംഗീകരിക്കുന്നതിനും വലിയൊരു താങ്ക്സ് അറിയിക്കുകയാണ്. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അല്ലേ. അപ്പൊ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, കമന്റ് ചെയ്യാൻ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമ്മുടെ ചാനലിലെ. ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കാം, പറയാം, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മളെല്ലാവരെയും ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. പോവുക, ഫോളോ ചെയ്യുക. നമ്മൾ എന്തെങ്കിലുമൊക്കെ വീഡിയോസിന്റെ സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുക, കമന്റിലും അറിയിക്കുക. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ അല്ലേ. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്ന ചെറിയൊരു സാരി എടുക്കല് എവറി ഡേ ഉച്ചയ്ക്ക് ശേഷം നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പൊ പല പല കണ്ടന്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടൊക്കെ വരും, പ്രാങ്ക് വരും, ചലഞ്ച് വരും. അപ്പൊ എന്തൊക്കെ വീഡിയോ നിങ്ങൾക്ക് വേണ്ടെന്നുണ്ട് താഴെ എന്തായാലും കമന്റിൽ അറിയിക്കുക, നമ്മളെ അറിയിച്ചു തരാം. എനിവേ നാളെ നമ്മൾ എന്തായാലും ഒരു ചലഞ്ചറ്റുമായിട്ട് വരാം അല്ലെ. എന്തായാലും നിങ്ങൾ ഇഷ്ടമുള്ളത് വീഡിയോ താഴെ കമന്റിൽ രേഖപ്പെടുത്തും. അപ്പൊ ഇന്നത്തേക്ക് വീഡിയോ ഇവിടെ നിർത്താണ്. അപ്പൊ എന്തായാലും അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെയും ബൈ ബൈ.